ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ സാന്ത്വനം ടൂവിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ദേവിയുടെ കാര്യത്തിൽ നമ്മുടെ മീനുവും മിത്രയും കൂടെ ചേർന്നിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. കാരണം ആനന്ദേട്ടൻ ദേവിയുടെ കയ്യിലൊരു ഡൈവേഴ്സ് നോട്ടീസ് കോടതിയിൽ നിന്ന് എന്തായാലും അയച്ചിട്ടുണ്ട്. അത് കിട്ടി ദേവി ആകെ അമ്പരന്നിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? ഇനി തനിക്ക് ആനന്ദേട്ടൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഉണ്ടാകുമോ? അങ്ങനെ പേടിച്ചിരിക്കുകയാണ് നമ്മുടെ ദേവി. അപ്പോൾ ഇതറിഞ്ഞ മീനും മിത്രയും കൂടെ തീരുമാനിക്കണം ആദ്യം പോയി ഗോമതി, അതായത് അമ്മയെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കാം. അമ്മ എന്താ പറയണേന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ മീനാക്ഷി മിത്രയും കൂടെ നമ്മുടെ ഗോമതിയുടെ അടുത്ത് അടുക്കളയിലോട്ട് ചെല്ലുകയാണ്. അമ്മേ, ആനന്ദേട്ടൻ്റെയും ദേവിയേട്ടത്തിയുടെയും കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കണ്ടേ? കാരണം ഇപ്പൊ എടുത്തു ചാടി ഡൈവോഴ്സ് നോട്ടീസൊക്കെ അയച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഒരു ജീവിതമല്ലേ അമ്മയെ തൊലഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അമ്മയും അച്ഛനും നമ്മളെല്ലാവരും കൂടെ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ആനന്ദേട്ടനും മനസ്സിലാകും അമ്മേ എന്നൊക്കെ നമ്മുടെ മീനും മിത്രയും കൂടെ പറയണേ. അപ്പം നമ്മുടെ ഗോമതി പറഞ്ഞ മോളെ, ആനന്ദിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇനി ഞാനോ അല്ലെങ്കിൽ ബാലേട്ടനോ, പ്രത്യേകിച്ച് ബാലേട്ടൻ ഇനി ഒരിക്കലും ഒരു അഭിപ്രായവും പറയില്ല. കാരണം ആനന്ദിൻ്റെ ജീവിതത്തിൽ ബാലേട്ടൻ ഒരു നല്ലൊരു ജീവിതം മുന്നിൽ കണ്ടുകൊണ്ടാണ് ദേവിയായിട്ടുള്ള ഒരു കല്യാണം നടത്തി കൊടുത്തത്. പക്ഷെ അതിൻ്റെ ഫലം ഇപ്പൊ നീ കണ്ടുവല്ലോ അമ്മ. ഇതിൽ ദേവിയേട്ടത്തി നിരപരാധിയല്ലേ അമ്മയെന്ന് മീനാക്ഷി പറയണ. മോളെ ആയിക്കോട്ടെ, നിനക്കറിയാലോ നിന്നെക്കാട്ടിലും മിത്രയെക്കാട്ടിലും ഒക്കെ ഞാൻ സ്നേഹിച്ചത് അവളെയാണ്. കല്യാണത്തിന് ശേഷമെങ്കിലും ഒരു വാക്ക് അവൾക്ക് നമ്മളോട് പറയായിരുന്നല്ലോ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. പക്ഷെ അവൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. ആനന്ദ് കണ്ടുപിടിക്കുന്നവരെയും അവൾ ആ കള്ളത്തരത്തിൽ തന്നെയല്ലേ പിടിച്ചു നിന്നത്. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അമ്മേ, ദേവിയേട്ടത്തിയുടെ സാഹചര്യം അങ്ങനെയായിരുന്നു. അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്ത ആ കള്ളത്തരത്തിൽ പിടിച്ചു തൂങ്ങാനേ ദേവിയേട്ടത്തിക്ക് കഴിഞ്ഞുള്ളൂ. കാരണം എങ്ങനെ പറയും, എന്ത് രീതിയിൽ അത് പറയും? കാരണം ഇത്രയും തൻ്റെ അച്ഛനും അമ്മയും ആ തുടക്കം മുതൽ. അപ്പോഴേക്കും നമ്മുടെ ഗോമതി പറയും, മോളെ, ഇപ്പൊ കല്യാണത്തിന് മുന്നേ അവൾക്ക് സ്വത്തില്ലെങ്കിലോ പണം ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ആയിക്കോട്ടെ, ഒന്നും വിദ്യാഭ്യാസം ഇല്ലെന്നായിക്കോട്ടെ, എങ്കിൽ പോലും അവളെ കണ്ട് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് അവളെ കല്യാണം കഴിച്ചത്. ഇതൊന്നും ഈ ദേവമംഗല കുടുംബത്തോട് കൊണ്ടുവരേണ്ട കാര്യമില്ല. ആ ദേവി മോളെ മാത്രം ഞങ്ങൾക്ക് മതിയായിരുന്നു എന്നിങ്ങനെ ഗോമതി സങ്കടപ്പെട്ടുകൊണ്ടാണ് പറയണത് കേട്ടോ. ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, അമ്മ എന്തായാലും പറ്റിപ്പോയി. പക്ഷേ ഇവരുടെ ജീവിതം ഇനി രണ്ട് തലത്തിലോട്ട് പോകുന്നതിനെക്കാട്ടിലും ഒരവസരം കൂടെ ദേവിയേട്ടത്തിക്ക് കൊടുത്തൂടെ മോളെ? ഞാൻ ഒരു അഭിപ്രായവും പറയില്ല. കാരണം ആനന്ദ് എന്ത് തീരുമാനിക്കുന്നോ അത് തന്നെയാണ് എൻ്റെയും ബാലേട്ടൻ്റെ അഭിപ്രായം. ഞങ്ങളത് തിരുത്തി അത് വേണ്ട അല്ലെങ്കിൽ അത് വേണം എന്നൊരഭിപ്രായം പറയില്ല. അവൻ്റെ മനസാക്ഷിക്ക് എന്താണോ തോന്നുന്നത് അത് ശരിയായ രീതിയിലാണെങ്കിൽ അതങ്ങനെ തന്നെ ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. മീനും മിത്ര പറ്റുന്നിടത്തോളം നമ്മുടെ ഗോമതിയോട് പറഞ്ഞു നോക്കി. പക്ഷെ ഗോമതി ദേഷ്യപ്പെട്ടുകൊണ്ടല്ല പറയണത്. കാരണം ഗോമതിക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഇല്ലാണ്ടായിപ്പോയി. അതാണ് പറ്റിപ്പോയത്. കാരണം അറിഞ്ഞുകൊണ്ട് ഇനിയും വീണ്ടും ഒരു റിസ്ക് എടുക്കാൻ ഗോമതിക്ക് ആനന്ദിൻ്റെ ലൈഫിൽ പറ്റില്ല. അത് തന്നെയാണ് കാരണം. ഇതേ സമയം നമ്മുടെ ഉദയഭാനും ശ്രീകലയും കൂടെ ചേർന്നിട്ട് പല പദ്ധതികളും ആസൂത്രണം ചെയ്ത് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ്. പക്ഷേ ഇതിൽ ഉദയഭാനുവിന് വലിയ ഭയം ഉണ്ടായിരുന്നു. കാരണം ഇതിൽ സത്യം പറഞ്ഞാൽ പോലീസ് കേസ് അന്വേഷിച്ചൊക്കെ വല്ലതും വന്നു കഴിഞ്ഞാൽ കുടുങ്ങും എന്നുള്ളത് ഉദയഭാനുവിന് നന്നായിട്ട് അറിയാം. പക്ഷെ ശ്രീകല രണ്ടും കൽപ്പിച്ച് തന്നെ SI മേഡത്തെ പോയി കാണുകയാണ്. കരഞ്ഞിട്ട് പറയണ, പൊന്നു മേഡം, എൻ്റെ മോളുടെ ജീവിതം പോയി മേഡം. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ആരാ, എന്താ കാര്യം, നിങ്ങൾ കരയാണ്ട് കാര്യം പറയോ എന്ന് മേഡം പറയണ. മേഡം, എൻ്റെ മോളെ വിവാഹം കഴിച്ച് ദേവമംഗലം എന്ന് പറയുന്ന ഒരു കുടുംബത്തേക്ക് അയച്ചു ഞങ്ങൾ. ഇന്നിപ്പോൾ ദേ എൻ്റെ മോളെ ഡൈവേഴ്സ് നോട്ടീസ് അയച്ചൊക്കെയാണ്. സ്ത്രീധനത്തിൻ്റെ പേരിൽ അവളെ എങ്ങനെയെല്ലാം പീഡിപ്പിച്ചു എന്നറിയോ? പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ മേഡം ചോദിച്ചു, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ? ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ അവളെ പീഡിപ്പിച്ച് അവളെ പുറത്താക്കി. അമ്മായിയമ്മ കയ്യെ പിടിച്ച് വലിച്ച മുറ്റത്തോട്ട് എറിഞ്ഞത് മേഡത്തിനറിയോ? ഞങ്ങളുടെ കണ്ണു മുന്നിൽ വെച്ചിട്ടാ. എൻ്റെ മോക്കാണെങ്കിൽ സ്വന്തം അച്ഛനെയും അമ്മയും കാട്ടിലും കൂടുതൽ ഇഷ്ടം അമ്മായിയമ്മയും അമ്മായി അച്ഛനെയും അനിയനെയും അനിയത്തിമാരെയും ഒക്കെയാണ്. ആ കുടുംബത്തിന് വേണ്ടിയിട്ട് എൻ്റെ മോള് എന്തെല്ലാം വർഷം ഇത്രയും വർഷം കൊണ്ട് എന്തെല്ലാം ചെയ്തു എന്നറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു നന്ദി പോലും അവർ കാണിച്ചില്ല മേഡം. എൻ്റെ മോൾ അത്രയ്ക്ക് അനുഭവിച്ചു. ഇന്ന് ഡൈവേഴ്സ് നോട്ടീസ് രജിസ്റ്റേർഡ് ആയിട്ട് വന്ന് എൻ്റെ
എൻ്റെ മോളുടെ സമനില തന്നെ തെറ്റിപ്പോയി. അവൾ ഇറങ്ങി ഓടാനൊക്കെ പോയി. ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ടിട്ട് അവളെ സമാധാനിപ്പിച്ചെന്നറിയോ മേഡം എന്നൊക്കെ പറഞ്ഞ് കരയാണ് ശ്രീകല. ശ്രീകല പിന്നെ ആക്ട് ചെയ്യാൻ പറയുകയും വേണ്ട ആവശ്യമില്ലല്ലോ. അടിപൊളിയായിട്ട് തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ആ എസ് ഐ മേഡം പറഞ്ഞു, ഇപ്പോഴും ഈ ഒരു വകുപ്പ് സ്ത്രീധന പീഡനത്തിൻ്റെ പേരിലൊക്കെ ഇപ്പോഴും ഈ കുടുംബങ്ങളിൽ ഇതുപോലെയുള്ള നടക്കുകയാണെങ്കിൽ അത് വെച്ച് പുലർത്താൻ പറ്റില്ല. അതിനെതിരെ ശക്തമായിട്ട് തന്നെ ഞങ്ങൾ നേരിടും. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു കംപ്ലൈൻറ്റ് എഴുതി ഇങ്ങ് തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ശ്രീകല കുറച്ച് തുപ്പും കുലുപ്പും എല്ലാം കൂടെ ചേർത്ത് ഒരു കംപ്ലൈൻറ്റ് എഴുതി അങ്ങോട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എസ് ഐ മേഡം പറഞ്ഞു, അതെ നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട, മോളുടെ അടുത്തും പറഞ്ഞോളൂ, ഇത് ഞങ്ങൾ അന്വേഷിച്ച് അതിൻ്റേതായ രീതിയിൽ തന്നെ ഞങ്ങൾ ഈ കേസ് എടുക്കും എന്നുള്ളത് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് നമ്മുടെ എസ് ഐ മേഡം വിടുകയാണ്. അങ്ങനെ ശ്രീകലയ്ക്കും ഉദയഭാനുവിനും ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ താനൊക്കെ എന്തിനാ ഇരിക്കണത് എന്നുള്ള രീതിയിൽ അഹങ്കാരത്തോടെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ശ്രീദേവി ആണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആ ഡൈവേഴ്സ് നോട്ടീസ് വന്ന് എന്നെ ഇതിനകത്താക്കിയിട്ട് രണ്ടുപേരും കൂടെ പോയിക്കുന്നു. എന്തിനോ ഏതിനോ ഒന്നും അറിയില്ല, ആരെ കാണാനോ ഒന്നും അറിയില്ല. ദേവിക്ക് ആകെ ടെൻഷനായി. എന്തെങ്കിലും തീരുമാനം എടുക്കോ, എനിക്ക് ആനന്ദേട്ടനെ എന്നേക്കുമായിട്ട് ഇനി നഷ്ടപ്പെടുമോ, അങ്ങനെയൊക്കെ ഓർത്ത് പലതും ഓർത്ത് ദേവി ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇരിക്കുക കേട്ടോ. ഈ സമയം നമ്മുടെ ഉദയഭാനുവിന് ഭയങ്കര ടെൻഷനുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ ദേവമംഗലക്കരയിലെ പല തെളിവുകളും ഉണ്ട്. അതായത് കള്ളത്തരം പറഞ്ഞതിനും അതുപോലെ തന്നെ നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് പണം കട്ടെടുക്കുന്നതിൻ്റെ വീഡിയോ ആനന്ദിൻ്റെ ഫോണിൽ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതായത് പോലീസ് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമ്പോൾ മിക്കവാറും ഉദയഭാനുവിനും ശ്രീകലയ്ക്കും എതിരായിട്ടേ കേസ് വരുള്ളൂ. കാരണം അത് ഉറപ്പാണ്. തുടക്കം മുതൽ ഈ നിമിഷം വരെ കള്ളത്തരത്തിൽ പിടിച്ചു നിന്നത് ഞങ്ങളാണ്. അപ്പം അതിൻ്റെ ഒരു പേടിയും ഭയവും ഉദയഭാനുവിന് നന്നായിട്ടുണ്ട്. പക്ഷെ ശ്രീകലയ്ക്ക് ഭയങ്കര ഗട്ട്സാട്ടോ. ശ്രീകല ധൈര്യമായിട്ട് നിൽക്കുകയാണ്. കാരണം എന്ത് വന്നാലും ഇത്രയെങ്കിലും എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ചെയ്യണം. നിങ്ങൾ കാരണം പലതും ഇങ്ങനെ വന്നെങ്കിലും ഇനി എനിക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല, എൻ്റെ മോളുടെ ജീവിതം. ഈ സമയം നമ്മുടെ മിത്രയൊക്കെ വിളിച്ച് ആര്യനെ അറിയിക്കുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല, ഇങ്ങനെ ആനന്ദേട്ടൻ ഡൈവേഴ്സ് നോട്ടീസ് ശ്രീദേവി ചേച്ചിക്ക് അയച്ചു എന്നും അതിൻ്റെ ഒരു സങ്കടത്തിൽ ശ്രീദേവി ചേച്ചി വിളിച്ചിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ആര്യനൊക്കെ അറിയുന്നുണ്ട്. അപ്പം കടയിലാണെങ്കിലും ബാലനും രാമേട്ടനും അവരൊക്കെ ഇതറിയുന്നുണ്ട്. കാരണം ആനന്ദ് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, ഇനി എൻ്റെ ജീവിതത്തിൽ ശ്രീദേവി എന്ന് പറയുന്ന ആളുണ്ടാവില്ല, എനിക്ക് അവളെ ഇനി ഭാര്യയായിട്ട് അംഗീകരിക്കാൻ ഒരിക്കലും പറ്റില്ല എന്നുള്ളത് ആനന്ദ് സങ്കടത്തോട് തന്നെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയുന്നത്, സഹോദരങ്ങളോടും ഒക്കെ. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും അതൊരു വിഷമം തന്നെയായിരുന്നു. കാരണം അത്രത്തോളമാണ് ശ്രീദേവിയെ ബാലനാണെങ്കിലും ഗോമതി ആണെങ്കിലും സ്നേഹിച്ചിരുന്നത്. അപ്പോൾ ഗോമതി നമ്മുടെ മീനുവിനോടും മിത്രയോടും പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാലോ, ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ബാലേട്ടൻ ദേവിയെ സ്നേഹിച്ചിട്ടുണ്ട്. കാരണം സ്വന്തം മകളെപ്പോലെയാണ് അവളോട് അഭിപ്രായങ്ങൾ ചോദിക്കുകയും അവളോട് എല്ലാ രീതിയിലും സ്വന്തം മകളെപ്പോലെയാണ് ബാലേട്ടൻ അവളെ കണ്ടത്. പക്ഷെ അതിൻ്റെ ഒരിറ്റ് നന്ദി പോലും തിരിച്ചവൾ ബാലേട്ടനോ ഈ കുടുംബത്തിനോ ഞങ്ങൾക്ക് തന്നില്ല, അല്ലേ? എൻ്റെ മോൻ്റെ ജീവിതം ഇത്രയും രീതിയിൽ തേച്ച് കളഞ്ഞത് അവളും അവളെ കുടുംബവും കൂടെയാണ്. ഞാൻ എങ്ങനെ പൊറുക്കാനാണ് മോളെ നീ ഈ പറയണതെന്ന് പറഞ്ഞ് മീനുവിൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ ഗോമതി കരയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഉദയഭാനുവും അതുപോലെ ശ്രീകലയും കേസൊക്കെ കൊടുത്തല്ലോ. അപ്പോൾ അതിനെ തുടർന്ന് ഒരു അന്വേഷണമൊക്കെ നടത്തിയിട്ട് അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് പോലീസുകാർ നേരെ ദേവമംഗലത്തോട്ട് വരെയാണ്. അപ്പം വന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മിത്ര ചെന്ന് ഡോറ് തുറക്കുമ്പോഴത്തേക്കും പോലീസ് ജീപ്പും പോലീസും. മിത്ര, അമ്മേ ദേ പോലീസുകാരൊക്കെ വന്നിരിക്കുന്നു. പോലീസോ? അതേ അമ്മേ, ഒരു പോലീസ് ജീപ്പ് വന്ന് ദേ ഫ്രണ്ടിൽ നിൽക്കുക, അമ്മ വന്നേ. അങ്ങനെ മീനാക്ഷിയൊക്കെ ചെല്ലുകയാണ്. അപ്പോഴേക്കും അതിൽ നിന്നൊരു പോലീസ് ഇറങ്ങി വന്നിട്ട് പറയും, അതെ ഇതല്ലേ ഗോമതി സ്റ്റോഴ്സ് നടത്തുന്ന നമ്മുടെ ബാലൻ്റെ വീട് എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അതെ അതെ മേഡം, നിങ്ങളാരാ? അപ്പോൾ പറയും, ഞാൻ ബാലൻ്റെ ഭാര്യയാണ്, ഗോമതിയാണെന്ന് പറയും. ആണോ, എന്നാൽ നിങ്ങൾ ഒന്ന് ജീപ്പിലോട്ട് കയറാം, ഒന്ന് സ്റ്റേഷൻ വരെ പോകണം, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. നിങ്ങളുടെ ഇവിടെ ദേവമംഗലക്കാർക്കെതിരെയിട്ട് ഒരു കേസ് ശ്രീദേവിയുടെ വീട്ടിൽ നിന്ന് കംപ്ലൈൻറ്റ് ഇങ്ങനെ തന്നിട്ടുണ്ട് എന്ന് പറയും.
അയ്യോ മേഡം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഗോമതി പറയാം. അപ്പോൾ പറയാം തെറ്റും ശരിയൊക്കെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിച്ചിട്ട് തീരുമാനിക്കാം. ഈ ബാലനും ആനന്ദും ഒക്കെ എവിടെയാണ്? അവര് കടയിൽ പോയിരിക്കാ മേഡം. അപ്പോഴേക്കും മീനാക്ഷി വന്നിട്ട് പറയാം, മേഡം എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മ നിരപരാധിയാണ്. ഇത് കേസ് ഇതെങ്ങനെയാ മേഡം? ഇതാര് തന്ന? അപ്പോൾ അവര് പറയുന്നുണ്ട്, അത് ശ്രീദേവിയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും തന്ന ഒരു റിട്ടേൺ കംപ്ലയിന്റ് ആണ്. അപ്പം ഞങ്ങൾക്ക് എന്തായാലും കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെന്താ ഏതാന്ന് നമുക്ക് അന്വേഷിക്കേണ്ട ചുമതല നമുക്കുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഞങ്ങളെ കൂടെ വരൂ എന്നൊക്കെ പറയാണ്. പക്ഷെ ഇത് കേട്ടപ്പോൾ നമ്മുടെ ഗോമതിക്കൊക്കെ ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ആവുകയാണ്. കാരണം ഗോമതിയുടെ ജീവിതത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറിയോ അല്ലെങ്കിൽ പോലീസ് ജീപ്പിൽ കയറിയോ യാതൊരു പരിചയവുമില്ല. ഗോമതിക്ക് വല്ലാത്ത ടെൻഷൻ ആവുകയാണ്. അങ്ങനെ ഗോമതിയെ ജീപ്പിൽ കയറ്റിക്കൊണ്ട് അവർ നേരെ പിന്നെ ഗോമതി സ്റ്റോഴ്സിലാണ് ചെല്ലണത്. ഈ സമയം മീനുവും ഇത്രയും സങ്കടപ്പെടുന്നത് ഇനിയിപ്പോൾ എന്താ ചെയ്യണേ? അമ്മ ആദ്യമായിട്ട് ഇതേ ദേവമംഗലത്തിൽ നിന്ന് പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകണു. അങ്ങനെ മിത്രയൊക്കെ പെട്ടെന്ന് തന്നെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് ആര്യനെ വിളിച്ച് പറയണേ, ഇങ്ങനെ പോലീസ് വന്നൊന്നും ദേവിയേട്ടതിയുടെ വീട്ടിൽ നിന്ന് ആരോ കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ പേരിലാണ്, ഡൈവേഴ്സ് നോട്ടീസ് കിട്ടിയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ പേരിലാണ് അപ്പോൾ അമ്മയെ കയറ്റിക്കൊണ്ട് നേരെ ഗോമതി സ്റ്റോഴ്സിലോട്ട് ആര്യ പോയിക്കുന്നത് എന്നും പറഞ്ഞ് മിത്ര ടെൻഷൻ അടിച്ചാണ് ആര്യനെ വിളിച്ച് പറയണത്. അപ്പോൾ ആര്യ ചോദിക്കുന്നില്ല, പോലീസോ അമ്മയോ നീ എന്തൊക്കെയാ ഈ പറയണ മിത്രേ? അതെ അതെ ആര്യ, അമ്മയെ കൊണ്ടുപോവുകയാണ് ശ്രീദേവി ചേച്ചിയുടെ വീട്ടിൽ നിന്നുള്ള കംപ്ലൈൻറ്റ് കൊടുത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയണത്. അങ്ങനെ നമ്മുടെ മീനും മിത്രയും മനസ്സിലാക്കുകയാണ്, ഇനി മുതൽ ഇനി ഒരിക്കലും ദേവിയേട്ടത്തിക്ക് ആനന്ദേട്ടൻ്റെ ജീവിതത്തിൽ കയറാൻ പറ്റില്ല. കാരണം ഇങ്ങനൊരു കംപ്ലൈൻറ്റും കൂടെ കൊടുത്തു എന്നറിഞ്ഞാൽ ദേവിയേട്ടത്തിയോടുള്ള ദേഷ്യം എന്തായാലും ഇരട്ടിക്കും എന്നുള്ള കാര്യം മീനുവിനും മിത്രയ്ക്കും ഉറപ്പായി. കാരണം എന്തായാലും ഇനിയിപ്പോൾ ദേഷ്യം പറ്റും. കാരണം അമ്മയെ കയറ്റി അച്ഛനെയും കയറ്റണു എന്നെയും കയറ്റണു. അപ്പോൾ ഇനി സ്വാഭാവികമായിട്ടും ആ ഉള്ള ദേഷ്യം ഇരട്ടിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ദേവിയുടെയും അല്ലെങ്കിൽ നമ്മുടെ ആനന്ദിൻ്റെയും ജീവിതത്തിൽ ഒരു ഒത്തൊരുമ അല്ലെങ്കിൽ ഒത്തുചേരൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാവുകയാണ് മീനുവിനും മിത്രയ്ക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സാന്ത്വനം 2 വരുന്ന ഫുൾ വിശേഷം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.